മുട്ടയുടെ മുകളിൽ കയറിയിരുന്നാൽ കുട്ടി ഉണ്ടാകില്ല. പക്ഷെ കോഴിയുടെ കേസിൽ തെറ്റാണ് പോച്ചേ. മുട്ടയുടെ മുകളിൽ കോഴി ഇരുന്നിട്ടല്ലേ കുട്ടി ഉണ്ടാവുന്നത്. അതെ. ഇനി മനുഷ്യന്മാരുടെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാ അത് മുട്ടയ്ക്കനുസരിച്ചിരിക്കും പോച്ചേ. മുട്ടയിൽ കൂടോത്രം. അതെ, മുട്ടയ്ക്ക് അടിയിലോ മുകളിലോ എവിടെ ഇരുന്നാലും മുട്ടയ്ക്കനുസരിച്ചിരിക്കും കുട്ടി ഉണ്ടാവുന്നതും ഇല്ലേ എന്നുള്ളത്. അല്ല, ബോച്ച ആയതുകൊണ്ട് പിന്നെന്താ പറയാ, നമുക്ക് ഈ മുട്ടക്കഥയിൽ നമുക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ ബോച്ചയാണ്. നമുക്ക് വിശ്വസിക്കാൻ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബോച്ചയാണ്. റിയാലിറ്റിയിൽ അത് സത്യമല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്താണെങ്കിലും ഫിജി കാട്ടിന്റെ കഥ പറയാൻ വന്ന ബോച്ചെ മുട്ടക്കഥ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ബോച്ചയുടെ ഒരു വീഡിയോ, മുട്ടയുടെ മുകളിൽ കയറിയിരുന്നാൽ കുട്ടിയുണ്ടാകില്ല. അതിന്റെ ഉത്തരം ഞങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബോച്ചയുടെ ആ ഒരു കഥ നമുക്ക് കേൾക്കാം. ഈ മുട്ടയുടെ മുകളിൽ കയറിയിരുന്ന കുട്ടി ഉണ്ടാവോ? കള്ളി വെളിച്ചത്തായി. ഫിജി കാട്ടിലൂടെ ബിസിനസ് ചെയ്താൽ കോടീശ്വരനാണ്. അതിനു മുമ്പ് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഓക്കെ, അതായത് ഫിജി കാട്ടിൽ ബിസിനസ് ചെയ്താൽ കോടീശ്വരനാവുമോ? അത് ഫിജി കാട്ടിൽ ചേർന്ന മെമ്പേഴ്സ്, അതായത് ഞാൻ പറയുമ്പോൾ ടോപ്പ് ടയറിലുള്ള മെമ്പേഴ്സ്. ഓക്കെ, ഈ MLM പോലത്തെ സെറ്റപ്പൊക്കെ ആകുമ്പോൾ ഒരാളുടെ അടിയിൽ വേറൊരാൾ, അയാളുടെ അടിയിൽ വേറൊരാൾ, അയാളുടെ അടിയിൽ വേറൊരാൾ, ആ സെറ്റപ്പിലൂടെ പോകുന്ന ഒരു പരിപാടിയിൽ എപ്പോഴും മുകളിലുള്ളവരൊക്കെ കോടീശ്വരന്മാരും ലക്ഷാധിപതികളും ആവും. ഏറ്റവും മുകളിലുള്ള ആൾ ഭയങ്കര പൈസക്കാരനായിരിക്കും. ഓക്കെ, അതൊക്കെ ആ വർഷങ്ങളായിട്ട് മലയാളികൾ കണ്ടുവരുന്നൊരു സംഗതിയും പാറ്റേണുമാണ് ബോച്ചെ. പക്ഷേ ഏറ്റവും താഴേക്കിടയിൽ പൈസ കൊടുത്തവരാണ് പറയേണ്ടത് അവർ ലക്ഷപ്രഭുക്കളായോ കോടീശ്വരന്മാരായോ. ബൈ ദ വേ, ദിസ് ഈസ് പ്രബി. പ്രബീനെ പണ്ട് മുതൽ എൻ്റെ ടിക്ടോക്ക് വീഡിയോ കാണുന്നവർക്ക് അറിയാം. പ്രബി വീണ്ടും ആക്റ്റീവ് ആവാൻ വേണ്ടി തിരിച്ചു കയറിയിരിക്കുക. 2-3 വട്ടം അതിൻ്റെ ഇടയ്ക്ക് കയറി, പക്ഷെ ആക്റ്റീവ് ആയില്ല. പക്ഷെ ഈ വീഡിയോയിൽ ഭയങ്കര റെലവൻ്റ് ആണ്. പ്രബി വേണം, വെളിച്ചത്ത് വരാൻ സമയമായി. അതെ, അപ്പൊ ഇനി ബോച്ച വെളിച്ചത്ത് കൊടുന്ന കാര്യങ്ങൾ നോക്കാം. നമ്മൾ 4 പേര് ഇവിടെ ചേർന്ന്, പിന്നെ അല്ലാതെ വെളിപ്പെട്ട 4 പേരെ കൂടെ ചേർത്ത്, അപ്പൊ തന്നെ 8 പേരായി. എന്നിട്ട് ഒരു ടീം വന്നില്ല. നമ്മളെ കൊണ്ട് ഒരു വഴിയില്ല. നമ്മൾ അത്ര കിടന്ന് കഷ്ടപ്പെട്ടു വരെയാണ്. എന്തുകൊണ്ടാണ് ഈ സഹോദരി ഫിജി കാട്ടിൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു? പക്ഷെ ഇതാ നോക്കൂ, ബോച്ചയല്ല സംസാരിക്കുന്നത്, രേഖകളാണ് സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത്. ഈ കരയണ ചേച്ചിയുടെ പേരാണ് പ്രേമ ജി. ഇവരുടെ കോഡ് നമ്പറാണ് ഫിജി കാട്ടിലുള്ളത് IQ 570756. ഇൻവോയ്സ് ആണ്. ഇനി ഇവർക്ക് ലഭിച്ച പൈസയാണ്, ഒരു അക്കൗണ്ടിൽ വന്ന പൈസ സ്റ്റേറ്റ്മെന്റ് ആണ്. IQ 570756. ഓക്കെ, ഒരു മാസം ആവുമ്പോഴേക്കും 1804 രൂപ 56 പൈസ, അങ്ങനെ 2 പ്രാവശ്യമായിട്ട് 3799.32 പൈസയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഇവരൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ബോച്ചെ പല കാര്യങ്ങളും പലരും സംസാരിക്കുമ്പോൾ അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ വരികൾക്കിടയിൽ വേണമെങ്കിൽ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ പ്രിസൈസ്ലി കണക്ക് വെച്ച് ഇന്നത് ഇത്രയെന്നും പറയാം. ഈ ചേച്ചി ഇവിടെ വന്ന് സംസാരിച്ചത് എന്താ? ഭർത്താവ് പോലും അറിയാതെ മാല പണയം വെച്ച് ഈ ഫിജി കാട്ടിൽ ചേർന്ന ആളാണ്. അവരൊന്നും കിട്ടിയില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അവരിട്ട ഒരു ഇനീഷ്യൽ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഈ റിട്ടേൺ വന്ന എമൗണ്ട് ഒന്നും അല്ല എന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ മനസ്സിലാവാനാണോ? ആളെ അതായത് മൂപ്പര് ടെക്നിക്കൽ സൈഡ് മൂപ്പര് ഭാഗം കറക്റ്റാന്നുള്ളത് കാണിച്ചതാണ്. അതായത് ഒന്നും കിട്ടായികയില്ല. ആ ചേച്ചി ഉദ്ദേശിച്ച ഒന്നും കിട്ടായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിട്ട പൈസയും മുതലും നോക്കുമ്പോഴും അവർ ചേർത്തിയ ആളുകളുടെ പൈസയും മുതലും അവരുടെ വീട്ടിൽ വന്നിരിക്കുന്ന അവരോട് പൈസ തിരിച്ചു ചോദിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ബോച്ചെ 3000 രൂപ കൊണ്ട് എന്തെങ്കിലും ആവുമോ? അതിനെ പെട്ടുപോയി കുടുങ്ങി. അപ്പൊ പോട്ടെ, എന്താണെങ്കിലും ബോച്ച ടെക്നിക്കലി കുറച്ച് പൈസ കിട്ടി എന്നുള്ളത് ബോച്ച കാണിക്കുന്നുണ്ട്. ബാക്കി കിട്ടാത്തത് ആ ചേച്ചി ബിസിനസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, അത് ബിസിനസ് ചെയ്യണം, ചെയ്താലേ, അതായത് കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടുള്ളൂ. ബോച്ച സംഗതി എന്താ വിഷയം എന്നറിയോ? എല്ലാവർക്കും ബോച്ചയാവാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരും ബോച്ചയായി കഴിഞ്ഞാൽ കേരളത്തിൽ ബോച്ചേൻ്റെ ബിസിനസ് നടക്കുമോ? അതില്ല.
അപ്പോൾ ബോച്ചയുടെ ടീം, ഫിജി കാർട്ടിൻ്റെ ടീം ആളുകളെ ക്യാൻവാസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയും, ഞാൻ എൻ്റെ ഇൻസ്റ്റാ ബ്രോഡ്കാസ്റ്റിനകത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫിജി കാർട്ടിനെ കുറിച്ച് ആളുകളുടെ അഭിപ്രായം എന്താണ്. ഒരു 10-27 ആളുകൾ, 21-27 ആളുകൾ അതിനകത്ത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇത്ര പോയി ഇത്ര എമൗണ്ട് പോയി എന്നുള്ളത്. അപ്പോൾ വിഷയം വേറെ ഒന്നുമില്ല, അവരോട് കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങളുടെ ഈ ഫിജി കാർഡിലെ ചില ടീമുകൾ ആളുകളെ ക്യാൻവാസ് ചെയ്യുമ്പോൾ പറയുന്നതെന്ന് അറിയും, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അവർ പറയും എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, എനിക്ക് ഈ ബിസിനസ് അറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്കൊരു ഇൻകം ഉണ്ടാക്കണം താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട, ഇൻവെസ്റ്റ് ചെയ്താൽ ബാക്കി ഞങ്ങൾ നിങ്ങളെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആൾക്കാരെ ഞങ്ങൾ ചേർത്തി തരാമെന്ന് പറഞ്ഞിട്ട് ആളുകളെ പെടുത്തി പോയ കുറച്ചധികം കേസുകളുണ്ട്. മാസം ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നത് കുഴപ്പമുണ്ടോന്നൊക്കെയാണ്. പിന്നെ കുറെ വീഡിയോ കാണിച്ചു കൊടുക്കും, ഒരു കാറ് ഡെലിവറി എടുക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇതൊക്കെ ഓക്കെ, ബിസിനസ് സ്ട്രാറ്റജീസ് ആണ്, ബിസിനസ് അറിയുന്നവൻ ബിസിനസ് ചെയ്തോട്ടെ, ഒരു വിഷയമല്ല. പക്ഷെ ആളുകളെ ഇങ്ങനെ എന്താ പറയാ, അവരുടെ വിശ്വാസം മുതലെടുക്കുന്നത്, ഇതിപ്പോ ബോച്ച അറിഞ്ഞിട്ട് തന്നെയാണോ അവർ ഈ ബിസിനസ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല, പറയാൻ പറ്റില്ല. ബോച്ച ചിലപ്പോ പറയുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാനാവും ബോച്ച ഉദ്ദേശിച്ചിട്ടുണ്ടാവും, ചുറ്റും നടക്കുന്ന ആൾക്കാര്. അപ്പൊ ആ ലേഡി വന്നിട്ട് ആ ലേഡിയുടെ വിഷമമാണ് ബോച്ചയോട് പറഞ്ഞത്. ഞാൻ എന്താ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബോച്ച ആ ലേഡിയെ വിളിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, നേരിട്ടിരുത്തുന്നു, സംസാരിക്കുന്നു, ആ ചേച്ചിക്ക് പുതിയൊരു ആ ഒരു പൈസ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി. ഇതിൽ ബോച്ച പുതിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക്. പക്ഷെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഈ വീഡിയോയിലും ബോച്ച എന്താ ചെയ്യണേ, ബോച്ചേന്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ നോക്കാം. അത് അതിന്റെ ഒരു വിളംബരവും പ്രമോഷനുമാണ്. ബാക്കി കൂടി കാണാം. ഞാൻ ഈ സഹോദരിയെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവരെന്ന് മാത്രമല്ല, കഴിയാവുന്നതും ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറില്ല, അതിൽ സന്തോഷം കാണാറുമില്ല. എന്തായാലും ചേച്ചിയെ ഞാൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പോവുക. എൻ്റെ മുദ്രാവാക്യം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. ശരി, ചേച്ചി ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഒരു പുതിയ ബിസിനസ് ഉണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ബിസിനസ്സാണ്. ആ ബിസിനസ് പറഞ്ഞാൽ ഞാൻ ഇട്ടുതരാം ഫ്രീ ആയിട്ട്. അതായത് ഇപ്പം ദുബായിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് www.bochewin.ae എന്ന വെബ്സൈറ്റിലൂടെ കയറി ആർക്കും ബോച്ചെവിൻ ടിക്കറ്റുകൾ സ്വന്തമാണ്. എന്താ പൊന്നാര ബോച്ചെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ചേച്ചിയുടെ പുതിയ ബിസിനസ്സിലല്ല ചേർക്കണ്ടേ, നിങ്ങൾ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക ചേച്ചി. ഉണ്ടാക്കി കൊടുത്ത ഒരു ബിസിനസ്സിനൊരു തീരുമാനം ഇത് നിങ്ങൾ ഒരുമാതിരി മറ്റേ ചാവപ്പെട്ടിയിൽ ആണി അടിക്കാൻ വിളിക്കണ മാതിരി ചേച്ചീനെ വിളിച്ചിട്ട്, ചേച്ചിക്ക് ആദ്യം നിങ്ങൾ എന്താ വേണ്ട വെച്ചാൽ ബിസിനസ് എങ്ങനെ ചെയ്യാം, ഓക്കെ, അത് നിങ്ങളെക്കാൾ വലിയൊരു പഠിപ്പിച്ചു കൊടുക്കാൻ കേരളത്തിൽ ഞാൻ ആളില്ല, അത് നിങ്ങൾ തന്നെയാണ് മെയിൻ. അപ്പൊ നിങ്ങൾ ചേച്ചിനെ വിളിച്ചു കൊടുത്തിട്ട് അത് പഠിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, മുട്ടേന്റെ മുകളിൽ കോഴി ഇരിക്കുന്നതും ടിക്കറ്റൊക്കെ പിന്നെ നോക്കാം. ചേച്ചീന്റെ സങ്കടം പറയുമ്പോൾ ചേച്ചീനെ വിളിച്ചു വരുത്തിയിട്ട് അടുത്ത പരിപാടി കൊടുക്കല്ല വേണ്ടത്. ചേച്ചിക്ക് ഞാൻ പറയുമ്പോൾ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ ചേച്ചിക്ക് വന്ന നഷ്ടം. അതെ, എത്ര എമൗണ്ട് ആണെങ്കിലും ഇനിയിപ്പോ ഓക്കെ പോട്ടെ, അടുത്ത ബിസിനസ്സിന് വിളിക്കുകയാണെങ്കിലും ബിസിനസ്സിന് വിളിക്കുന്നതിന് പകരം അവർക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചേച്ചീനെ വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചേച്ചി, ബിസിനസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആ ബിസിനസ് ട്രിക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതേമാതിരി പെട്ട് കിടക്കുന്ന കുറെ പേരുണ്ട് ബോച്ചെ, ഒരുപാട് പേരുണ്ട്. ഇത് ബോച്ചേന്റെ റിയാലിറ്റിയിൽ ഗ്രൗണ്ടിൽ ഇത്രയൊക്കെ അറിയുന്ന ബോച്ചയ്ക്ക് അറിയില്ലേ ബോച്ചെ, എല്ലാവർക്കും കച്ചവടം ചെയ്യാൻ അറിയില്ല. ആളുകൾ ബിസിനസ് ചെയ്യാൻ അറിയാതെ അവര് പഠിപ്പിച്ച് അവര് ബിസിനസ് ചെയ്താൽ ബോച്ചയ്ക്കാണ് ഇതിനെ കൊണ്ടുള്ള ലാഭം. അതെ. അപ്പൊ ബോച്ച ഞാൻ പറയുമ്പോ ബോച്ചേന്റെ ഏറ്റവും ഗ്രൗണ്ട് ലെവൽ ടീം ആളുകളെ ഇതേമാതിരി ഉടായ്പ പറഞ്ഞ് പറ്റിച്ചാണ് ചേർക്കുന്നത്. അപ്പൊ അതിലും നല്ലത് ബോച്ച ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഇനിയും വിളിച്ചാൽ ചേച്ചീനെ രണ്ടാമതൊരു ബിസിനസ് കൊടുക്കുന്നത് അത് റിസ്ക് അല്ലേ ബോച്ചെ? അല്ല, ഈ മുട്ടയും കോഴിയും പറയുന്ന വീഡിയോന് പകരം അങ്ങനത്തെ പുതിയ ബിസിനസ്സിന് കേരളത്തിലുടനീളം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ വ്യക്തിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ബോച്ചെ പാർട്ട്ണറായി നിയമിച്ചുകൊണ്ട് 50,000 രൂപ മാസം ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു കട ഇട്ടുകൊണ്ട് അതിൻ്റെ അണ്ടറിൽ ബോച്ചെ പാർട്ട്ണറിൻ്റെ അണ്ടറിൽ ഫ്രാഞ്ചൈസികൾ കൊടുക്കുകയും മറ്റും ചെയ്തുകൊണ്ടിട്ടുള്ള പുതിയ ബിസിനസ്സാണ് വരുന്നത്. അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ വരുന്നുണ്ട് നാട്ടിലേക്ക്, ചേച്ചിയുടെ നാട്ടിൽ ഞാൻ ഒരു കടയാണ് ഇട്ട് തരാം, ചേച്ചി എൻ്റെ ബോച്ചെ പാർട്ട്ണറാക്കി മാറ്റാൻ പോകും.
ഒരുപാട് ഫ്രാഞ്ചൈസികളും നമുക്ക് കൈകാര്യം ചെയ്യാം. ഇനി ചേച്ചി ജ്യൂസ് കുടിക്കാനോ മറ്റുള്ളവരുടെ പിന്നാലെ പോയി കച്ചവടം ചെയ്യാനൊന്നും നിൽക്കണം. ബിസിനസ് അത് ബിസിനസ് മോനെ. കാരണം ഫിജി കാർട്ടിൽ ചേരുന്നവർക്കൊക്കെ ഉള്ള ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബോച്ചയുടെ പാർട്ട്ണറാണെന്നാണ്. അങ്ങനെയാണ് സംഗതി അവരൊക്കെ പറയാറ്. ഇത് ബോച്ചയ്ക്ക് തെളിയിക്കാൻ അവസരമാണ്. അതെ. അപ്പൊ ബോച്ച ഒരു കാര്യം ചെയ്യും, 34 നല്ലൊരു 5 സ്റ്റാർ ചായപ്പൊടി വിൽക്കണ കട. അതിൽ പിന്നെ ഈ ലോട്ടറിക്ക് എന്തോന്നാ ഒരു പിടുത്തമില്ല. കാരണം കേരള ലോട്ടറി ഉള്ളപ്പോൾ ഇവിടെ വേറൊരു ലോട്ടറി കാരണം ഇവിടെ ഞാൻ പണ്ടില്ലല്ലോ, നമുക്കിവിടെ ലോട്ടറി ഉണ്ടായിരുന്നില്ല പണ്ട്. മറ്റേ കുറെ ലോട്ടറിന്റെ സെറ്റപ്പ് വിൻ വിൻ ഇപ്പോഴും എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ടെക്നിക്കൽ വശം എന്താന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ല. കാരണം കേരളത്തിനൊരു ലോട്ടറി സെറ്റപ്പ് ഉള്ളപ്പോൾ വേറെ ഇതേപോലത്തെ ഇത് ഗിഫ്റ്റ് കൂപ്പൺ ചുരണ്ട കൂപ്പണൊക്കെയാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. അല്ല ബോച്ച ആയതുകൊണ്ട് പിന്നെ പറയാൻ പറ്റില്ലേ ഇത്. അപ്പൊ എന്താണെങ്കിലും ബോച്ച ഒരു ചേച്ചിക്ക് ചായപ്പൊടി വിൽക്കുന്ന ഒരു കടയും അതിന്റെ സെറ്റപ്പ് ഒക്കെ പറഞ്ഞു കൊടുത്തല്ലേ, പാർട്ട്ണറാക്കിയ കൊള്ളാം. ചിലപ്പോ ചേച്ചിക്ക് അതൊരു ബിസിനസ് ആയി കൊണ്ടുപോകാൻ പറ്റും. അതെ, മെയിൻ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്താണെങ്കിലും ബോച്ചന്റെ ബാക്കി മറ്റേ ചായപ്പൊടിന്റെ ഇതൊന്ന് കേക്കട്ടെ. ഇനിയിപ്പൊ നമുക്ക് പ്രഭ്യെ ആണോ താല്പര്യമുണ്ടോ? അല്ല ചായപ്പൊടി ബിസിനസ് താല്പര്യമുണ്ടോ? ബോച്ചന്റെ പാർട്ട്ണർ അവിടെ ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇരിക്കുന്ന കടയിലേക്ക് ആ പഞ്ചായത്തിലുള്ളവരൊക്കെ ഇടിച്ച് കയറി ക്യൂ നിന്ന് ബോച്ചെ വിൻ ടിക്കറ്റ് സ്വന്തമാക്കും. അത് ബോച്ചെ ടീ വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് ബോച്ചെ വിൻ ടിക്കറ്റുകളും ലഭ്യമാക്കും. ഇതാണ് ബിസിനസ്. പാകിസ്ഥാനികളും ബംഗാളികളും ഇന്ത്യക്കാരൊക്കെ ക്യൂ നിന്ന് ഇടി കൂടിയിട്ടാണ് ബോച്ചെ വിൻ ടിക്കറ്റുകൾ വാങ്ങുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ ഒരു ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ചേച്ചിക്ക് മാസം ശമ്പളത്തിന് പുറമെ എല്ലാം കൂടെ മിനിമം ഒരു 2 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ സെറ്റാക്കി തരും. അങ്ങനെ ചേച്ചി എൻ്റെ ഒപ്പം ബോച്ചെ പാർട്ട്ണറായി നിന്നുകൊണ്ട് ഈ കരഞ്ഞ ചേച്ചി ചിരിക്കുന്ന രംഗമൊന്ന് കാണാൻ എനിക്ക് വലിയൊരു ആഗ്രഹം. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഒരു കുഴപ്പമില്ല അല്ലേ? കരയുന്നവരൊക്കെ ചിരിക്കട്ടെ ബോച്ച, ഒരു കുഴപ്പമില്ല. പണ്ട് ഞങ്ങളൊരു കരഞ്ഞ കഥ ഉണ്ട്, അത് പറയാനാണ് ഇപ്പൊ ഞങ്ങൾ 3 കൂടി വന്നത്. അതും കൂടി ഇനി ബോച്ച അറിയണം അല്ലേ? ബോച്ച ഇനി അറിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ കരയിപ്പിക്കാൻ നോക്കിയതാണ്. എന്നാലും ഞങ്ങൾക്ക് അന്ന് കുറച്ച് സങ്കടമായിരുന്നു ബോച്ച അല്ലേ? ഏകദേശം സങ്കടമായിരുന്നു. എന്നോട് ഇങ്ങനെ ചേർക്കാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് ചേർത്തു. എന്നിട്ടും എനിക്ക് ക്യാഷ് കിട്ടിയില്ല. ഇതിപ്പോ ബോച്ച വന്ന് മാന്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ആ ചേച്ചി ഒരുമാതിരി ഊക്കി അടിച്ച് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. സഹോദര, ഞാൻ ആ ചേച്ചീനെ ഊക്കിയടിക്കാനോ മലത്തി അടിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്നെ എന്തോ തെറ്റിദ്ധരിച്ചായിരിക്കും. ഒരു പക്ഷേ ആ ചേച്ചിയുടെ കരച്ചിൽ കാണുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കാം. ഒരു സിമ്പതി ആർക്കും വന്നു പോകും. ആ കരച്ചിൽ ഒരു വല്ലാതെ വൈറലായി പോയൊരു വീഡിയോ. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പല നല്ല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാം. തെറ്റുണ്ടെങ്കിൽ ചെയ്തോളൂ, എന്നെ തിരുത്താം. നിങ്ങൾ പറ്റിയെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒന്ന് വാങ്ങും, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരാം. ഞാൻ എല്ലാ രേഖകളും കാര്യങ്ങളായിട്ട് വരാം. എന്നിട്ട് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം, അതിൻ്റെ തെളിവുകളും തരാം. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 161ാമത്തെ വർഷമാണ് ഈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പാരമ്പര്യം. 4ാമത്തെ തലമുറക്കാരനാണ് ഞാൻ ഇന്ന് വരെ ഒരാളിന് 1 രൂപ പോലും പറ്റിച്ചിട്ടില്ല. പിന്നെ ശത്രുക്കളും കോമ്പറ്റീറ്റേഴ്സും ഒക്കെ എപ്പോഴും നമുക്ക് വന്നൊരു ഉമ്മ തരാനൊന്നും പോകില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പറയും. ചിലവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും ഞാൻ എൻ്റെ കമ്പനിയിലാണ്. ഞാനും ചിലപ്പോൾ ഒക്കെ ഇടാറുണ്ട്. അതിപ്പോൾ അതിൻ്റെ ഓണർ പറയുമ്പോൾ 1000കണക്കിന് പേരുള്ള കമ്പനികളാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്ര മണിക്ക് ഇന്നതുപോലെ പറയണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യണം, അവരുടെ ഉപജീവനാണ്. പക്ഷെ പേഴ്സണലി എനിക്കൊരു ഇതില്ലാട്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരെ എന്നോട് വന്ന് പറയുന്നവരുണ്ട്. സ്വാഭാവികമാണ്. എല്ലാവരും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. മദർ തെരേസ ഗാന്ധിജിക്ക് പോലും ഇവിടെ 100% സപ്പോർട്ടില്ല. പിന്നെ സാധാരണക്കാരനായ എൻ്റെ കാര്യമൊക്കെ എന്ത് പറയാൻ, അതൊക്കെ അങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ പറയാണ്. അല്ലെങ്കിലും ബോച്ചേനോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് എന്താ പറയാ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിന് മുമ്പും ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബോച്ച അത് റീഷെയർ ചെയ്തിട്ടുണ്ട്, നല്ലതും പറഞ്ഞിട്ടുണ്ട് നമ്മള്.
നമുക്ക് കണ്ണിൽ കാണുന്ന സമയത്ത് ഇപ്പോൾ അറിയാലോ, ഇമോഷണലി ഒരു ലേഡി വന്നിട്ട് അവിടെ കരയാണ്, ആ അമ്മ വന്നിട്ട് താലിമാലേൻ്റെ കേസൊക്കെ പറയുകയാണ്. പിന്നെ പൊതുവെ ഫിജി കാർഡ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഫിജി കാർഡിൻ്റെ അവസ്ഥ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഫിജി സ്റ്റോർ അത് പൂട്ടിപ്പോയി, നമ്മൾ കണ്ണിൽ കാണുന്നതാ, സാധനം തുറക്കുന്നു പൂട്ടി പോണു. പിന്നെ നമ്മുടെ തന്നെ ഫ്രണ്ട്സ് കുറേ പേര് ഫിജി കാർഡിലുള്ളവരോട് ചോദിക്കുമ്പോൾ ചിലർ ഓക്കെ പറയുന്നുണ്ട്, ചിലവർ ഓക്കെ അല്ല എന്ന് പറയുന്നവരുണ്ട്. അതെ, അതിപ്പോ ബോച്ച പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യാൻ അറിയാതെ ഇതിൽ ചേർന്നവര് എന്നായിരിക്കും പറയാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരെ ബിസിനസ് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ ഒരു ബെറ്റർ ബിസിനസ് പ്ലാൻ. ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യിക്കുക എന്നുള്ളതാണ് അവിടുത്തെ മിടുക്ക്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു അറിവ് ഇതിനകത്ത്. ഇനിയിപ്പോ ബോച്ചയ്ക്ക് മലപ്പുറത്തേക്ക് വരാണെങ്കിൽ ബോച്ചയ്ക്ക് വരാം. മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം അല്ലേ, അപ്പം കോൽമണ്ണയാണ് എൻ്റെ വീട്. ചെറാട്ടുകൂടി പോയാൽ അവിടെ ആളുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി കളക്ടറേറ്റ് ബാക്കിലാണെങ്കിൽ പ്രബി ഉണ്ട്. മലപ്പുറത്ത് വന്നിട്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്പറൊക്കെ അയച്ചു തരാം. ബോച്ചൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ബോച്ചയ്ക്ക് മെസ്സേജ് അയച്ച് ഞാൻ എൻ്റെ നമ്പർ ഇട്ടുതരാം, നമുക്ക് സംസാരിക്കാൻ നോ വറീസ്. പക്ഷെ ബോച്ചേനെ 2020 ഞങ്ങളൊന്ന് കണ്ടു. 2021 ഒരു ഡിസംബർ മാസം 24-ാം തീയതി തണുപ്പുള്ള ഒരു ഡിസംബർ കാലത്ത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട് ബോച്ചേനെ കാണാനുള്ള ഒരു സുവർണ അവസരം ഉണ്ടായ ഒരു വ്യക്തി ആണ് ഞാനും ജിത്തുബായും. ക്ഷണിക്കപ്പെടാത്ത ഒരു മൂന്നല്ല മൂന്നിൽ കൂടുതൽ അതിഥികൾ ഉണ്ടായിരുന്നു. ഹെലൻ ഓഫ് സ്പാർട്ട, ഡൂഡിന്റെ ഒരു എന്താ പറയാ, എന്തോ ഒരു ബോച്ചയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല, മറ്റേ ഇത് സംസാരിക്കാൻ, പ്രൊമോഷന്റെ ഒരു സാധനം സംസാരിക്കാൻ വേണ്ടി. അതെ, അങ്ങനെ വിളിച്ചിട്ട് അന്ന് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട് എല്ലാവരും ഒന്ന് കൂടി. അപ്പൊ അന്ന് ആ കൂടിയ ടൈമിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, ജിത്തുബായി ഉണ്ട്, പ്രബി ഉണ്ട്. അപ്പൊ അങ്ങനെ കൂടിയ ടൈമിൽ അതാണ് ഞാൻ ബോച്ചനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. നമ്മളെല്ലാവരും ബോച്ചനെ നേരിട്ട് കണ്ടത്. നേരിട്ട് കണ്ടൊരു എക്സ്പീരിയൻസ് പറയാം ബോച്ചനെ. ബോച്ചിപ്പോൾ അങ്ങനെ നേരിട്ട് വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ബോച്ചനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ കണ്ടൊരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്ത് ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ അറിയാം, ഇവരുടെ എക്സ്പീരിയൻസും അവരും നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അന്ന് കണ്ട ടൈമിൽ, ഹെലനെ വിളിച്ച ടൈമിൽ, ഹൈലൈറ്റ് മാളിൽ പോയ ടൈമിൽ നമ്മൾ കണ്ടത് ബീച്ചിൽ വെച്ചിട്ടാണ്. കൊറോണയുടെ ഒരു ടൈമായിരുന്നു അന്ന്, മാസ്ക് ഒക്കെ ഇടേണ്ട ഒരു സമയമാണ്. അന്ന് കൊറോണയ്ക്ക് മാസ്ക് ഇട്ടില്ല എന്ന് പറഞ്ഞ് ബീച്ചിൽ നിന്ന് പോലീസുകാർ എന്നെയും ഹെലനെയും പിടിച്ചിട്ട് നിങ്ങളുടെ മാനേജർ ഏതോ ഒരു പോലീസുകാരനെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി. അങ്ങനെ അതിനുശേഷം ഹൈലൈറ്റ് മാളിലേക്ക് പോവുകയാണ്. നിങ്ങളെ മാനേജറെയും കൊണ്ട് ഞങ്ങൾ കാറിലും, നിങ്ങൾ ഹെലനെയും കൊണ്ട്, ഹെലൻ്റെ പാരൻസിനെയും കൊണ്ട് നിങ്ങൾ ഹൈലൈറ്റ് മാളിലേക്കും പോയി. അങ്ങനെ സംസാരിക്കാൻ പോയ സമയത്ത് നിങ്ങളെ മാനേജർ, എന്താ ആ പേര്, ഡിവൈൻ തമ്പിയോ, അങ്ങനെയാണ് അന്ന് ഞങ്ങൾ ഡിവൈൻ തമ്പി എന്നാണ് അന്ന് ഞങ്ങളോട് അയാൾ പറഞ്ഞ പേര്. പിന്നെ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അയാളുടെ പേര് വേറെ എന്തോ ആണെന്നൊക്കെ മനസ്സിലായി വന്നു. ആ സിറ്റുവേഷൻ ഒന്നും ഇപ്പൊ നമ്മളല്ലേ ഡ്രാഗ് ചെയ്തിരുന്നില്ല. എന്താണെങ്കിലും ഡിവൈൻ തമ്പി ബോച്ച പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു തരാൻ ഹൈലൈറ്റ് മാളിന്റെ ഏറ്റവും ടോപ്പിലുള്ള പിസ്സ ഹട്ടിലേക്ക് ഒരു ലോഡ് കാശായിട്ട് വരികയാണ്. അപ്പൊ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു, ഹെലൻ ഓഫ് സ്പാർട്ടയെ എങ്ങനെ, എന്താണ് ഇപ്പൊ ബോച്ച വിളിക്കാൻ കാരണം എന്ന് നമ്മളൊന്ന് ചോദിച്ചു മൂപ്പരോട്. ഞാനാണ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഹെലൻ പണ്ടെങ്ങാണ്ട് വീഡിയോയില് ബോച്ചനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഒന്ന് പൊട്ടിക്കാൻ കൊണ്ടുവന്നാണ്. അത് കേട്ട് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷം കുറച്ച് ഈ വീഡിയോ കാണാൻ മാതിരിയല്ല, റിയൽ ലൈഫിൽ രേഷം ഞാൻ ക്രാക്കാണ്. കേട്ട വാതി കേൾക്കാത്ത വാതിരി എനിക്ക് പൊട്ടി. ഞാൻ ഇയാളുടെ ചോദിച്ചു, പൊട്ടിക്കാനോ, എന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചൂടായി അവിടുന്ന് സംസാരം മുറുകി, ശബ്ദം കൂടി. അപ്പത്തേക്ക് അയാൾ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണേ? ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. പൊട്ടിക്കാന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഏത് നാട്ടിലും അടിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്നാ പിന്നെ അതൊന്നും കാണണല്ലോ എന്ന് ഞാനും. അപ്പൊ അയാൾക്ക് സംഗതി മനസ്സിലായി. ഞാനും ബാക്കിയുള്ളവരൊന്നും ഈ പറഞ്ഞ പോലെ ബോച്ച എന്നുള്ള പേരിലൊന്നും അങ്ങോട്ട് വിറയ്ക്കുന്ന ആൾക്കാരല്ലാന്നും, നമുക്ക് ബോച്ച എന്നുള്ള പേര് കേട്ടത് കൊണ്ട് പ്രത്യേകിച്ച് മുകളിൽ ആകാശം ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. അന്ന് അയാളോട് പറഞ്ഞു, എനിക്ക് മുകളിൽ ആകാശം താഴെ ഭൂമിയാണ്, എനിക്ക് വേറെ ഒന്നും നോക്കാനുമില്ല, എനിക്ക് ഇപ്പോഴും അങ്ങനെ, അന്നും അങ്ങനെ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എന്നോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ ചോരത്തിളപ്പിനാണ് നീ പറയുന്നത്, നീ കളിക്കുന്ന ആരോടോ എനിക്ക് അറിയില്ല. ഇനി ഭാവിയിൽ, ഇന്ന് ഈ സംഭവിച്ചതിന് ഭാവിയിൽ നിനക്ക് പലതും നേരിടേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്നൊരു വണ്ടിയാവും നിന്നെ വന്ന് ഇടിച്ചിടുന്നത്, നിനക്ക് എവിടുന്ന ആരാ ചെയ്തതെന്ന് പോലും അറിയില്ല. ഭീഷണിയുടെ സ്വരം ഡിവൈൻ തമ്പി അന്ന് നിങ്ങളുടെ മാനേജർ നമ്മളോട് മുഴക്കി. അതും ഇങ്ങനെ അറിഞ്ഞോ ഇല്ല നമുക്കറിയില്ല, നിങ്ങൾ അറിഞ്ഞോ ഇല്ല അറിയില്ല, പക്ഷെ നിങ്ങളെ കാണാൻ വന്നൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതായത് വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ബോച്ചെ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണാൻ വരുന്ന ഒരാൾക്ക് കിട്ടുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതാണ്. ബോച്ചെ
ഇപ്പൊ ബോച്ച വീഡിയോയിൽ വന്നിട്ട് നമ്മളോട് പറയാ ഞാൻ ശാന്തനാണ്, സൗമ്യനാണ്, എനിക്ക് ആരോടും ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല, ഞാൻ എല്ലാവരും കെട്ടിപ്പിടിക്കാനും കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, ഇതാണ് കെട്ടിപ്പിടിക്കുമ്പോ കുറച്ച് കൂടുതൽ അമർത്തുന്നേ ഉള്ളൂ എന്നൊക്കെയാണ്. അതെ, ബോച്ച ഇതാണ് ബോച്ച എന്നാണ് ബോച്ച പറയണേ. പക്ഷെ ബോച്ചയുടെ ഒപ്പം നിൽക്കുന്നവർ ഒരുമാതിരി ഭീഷണി, മറ്റേ വിരട്ട്, ഇതൊക്കെയാണ് ലൈൻ എന്നുള്ളത് ബോച്ച മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്താണ് ഈ വ്യക്തി ഡിവൈൻ തമ്പി ബോച്ചയുടെ ഒപ്പം ഉണ്ടോയെന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായി. അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ജിത്തുബായി എടുത്തു, പ്രബി എടുത്തു, ഡൂഡ് ഫോട്ടോ എടുത്തു. അന്ന് ഞാൻ മാത്രം എടുത്തില്ല. കാരണം എന്താ പറയുക, എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് ബോച്ചയോട് ദേഷ്യം, ബോച്ചയുടെ മാനേജറോട്. കാരണം നമ്മളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഷടാതെന്തല്ലേ നമ്മളെ ഭീഷണിപ്പെടുത്തുക, തട്ടിക്കളയുന്നൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ മാനേജർമാർ, നമുക്ക് ആ ദേഷ്യമുണ്ട്. അപ്പം ആ ഒരു ദേഷ്യം എനിക്ക് അന്ന്, കാരണം നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അവിടെ പോയി. പിന്നെ അത് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ബോച്ചയെ അല്ലെങ്കിൽ നല്ലത് പറഞ്ഞതും ചീത്ത പറഞ്ഞതും ഒക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബോച്ചയെ പോലെ തന്നെയാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി. എനിക്കാരെയും ഉപദ്രവിക്കണമെന്നോ വിഷമിപ്പിക്കണം എന്നൊന്നും എനിക്കില്ല. ഇതിപ്പോൾ ബോച്ച ഇങ്ങോട്ട് വരാ കാണാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇതിനു മുമ്പും ബോച്ച ഒരു വട്ടം മലപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തെ കുറേ എന്താ മറ്റേ ഫുട്ബോൾ ടൈമിൽ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബോച്ച പോയ ജില്ലകളിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വിളിച്ച് സ്വർണ്ണക്കോയിനൊക്കെ കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ബോച്ചയുടെ വണ്ടി അല്ലേ, നമ്മൾ ബോച്ചയുടെ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അന്നും. പക്ഷെ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നമുക്ക് പറയാൻ, കാരണം ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതാണ്. ബോച്ചേൻ്റെ അടുത്ത് ആദ്യം പോയപ്പോൾ തന്നെ നമ്മളെ വരട്ടി. അപ്പോൾ സംഗതി വേറൊന്നുമില്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ബോച്ചേൻ്റെ. നമുക്ക് ആ സമയത്ത് എന്താണെങ്കിലും അതൊരു രസമായിട്ടോ തോന്നിയത്. ഞങ്ങൾക്ക് ഇപ്പോഴും അത് ഫണ്ണായിട്ടാണ് തോന്നിയത്. കാരണം ഈ പറഞ്ഞ ഡിവൈൻ തമ്പി എന്ന് പറഞ്ഞ വ്യക്തിയെ നെക്സ്റ്റ് ഡേ പ്രബി ഇയാളാ ഫോട്ടോ ഇട്ടേ, പ്രബി ഫോട്ടോ ഇട്ട് അതിനെ തുടർന്നിട്ട് ഡിവൈൻ തമ്പിയെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസുമായിട്ട് ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. അതിന്റെയൊക്കെ കോൾ റെക്കോർഡൊക്കെ പേരെന്താ അറിയാന്നൊക്കെ ചോദിച്ചിട്ട് റെക്കോർഡും കാര്യങ്ങളും സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും കോൾ റെക്കോർഡും ഒക്കെ നമ്മളതിലുണ്ട്. അതൊക്കെ വേറെ വേറെ കേസുകളാണ് ബോച്ച, അതിൽ ബോച്ചേനൊക്കെ വലിച്ചിടുന്നുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യില്ലടേ വീട്. എന്താണെങ്കിൽ ബോച്ച വരാ കാണാന്ന് പറഞ്ഞതിന് സന്തോഷം അല്ലേ. ബോച്ചയ്ക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോച്ച ഇങ്ങോട്ട് വന്നാൽ മതി, നമ്മൾ അങ്ങോട്ട് പോകണ എന്തിനാ, നമുക്ക് എന്തിനാ അത് ക്ലിയർ ചെയ്യണം, നമുക്കൊന്നും ക്ലിയർ ചെയ്യണമെന്നില്ല. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും എന്ത് പറയുന്നില്ല, ഇതൊരു ഫ്രോഡ് പരിപാടിയാന്ന് പറയുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ, ഈ പരിപാടിയിൽ ചേർന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായ ബോച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അവരെ വിളിച്ച് അവരെ കുറെ കളിയാക്കി വീഡിയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഊക്കിയടി, മലർത്തിയടി, കിടത്തിയടി, നിന്നടി, ഓടിച്ചിട്ടടി, അടികൾ പലവിധമാണ് ബോച്ച്. അത് അടി കിട്ടണവനും കൊടുക്കണവനും തമ്മിലല്ലേ അറിയാതെ. നമുക്കൊക്കെ ഈ പറഞ്ഞ മാതിരി പലവിധ അടികൾ അറിയാവുന്നത് കൊണ്ട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ എപ്പോഴും നടക്കാറുണ്ട്. മുകളിലാവലുണ്ട്, താഴെ ആവലുണ്ട്, പല വിധത്തിൽ. പിന്നെ ബോച്ച പറഞ്ഞ പോലെ പ്രൊഡക്ട്സ് ഇവർ ഉപയോഗിച്ചോ ഇല്ലേ അവരുടെ ഇഷ്ടമല്ല, അവർ ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത്. അപ് ടു ദം 2 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ഉപയോഗിക്കാതിരിക്കാം. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തിരിച്ചു കൊടുത്ത് ക്യാഷ് വാങ്ങാമല്ലോ. നമ്മൾ വളരെ നിയമാനുസൃതമായിട്ടാണ് ഫിജിക്കാർഡ് പ്രവർത്തിക്കുന്നത്. ഇനി പോട്ടെ, 30 ദിവസം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷത്തിലെങ്കിലും നിങ്ങൾ ഇത് തിരിച്ചു കൊടുത്ത് പൈസ വേണമെന്നോ എന്തെങ്കിലും പരാതി വേണമെന്നോ പരാതി ഉണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പം എന്താണെന്നറിയില്ല, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബോച്ചെ ആ വീഡിയോയിൽ ആ ചേച്ചി പറയുന്നുണ്ട് ഈ പ്രൊഡക്ട്സ് അവർ കൊണ്ടുപോയി ഇട്ടു, എന്നിട്ട് ഇത് സെയിലാക്കാൻ പറഞ്ഞു. അതിനുശേഷം ഈ ചേച്ചിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ അവർ കൊണ്ടുപോയി, പിന്നെയും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടു. ഇത് ചേച്ചിക്ക് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഒരു വിഷയമുണ്ട്. ഇവിടെ പല കസ്റ്റമേഴ്സും ഫിജിക്കാർട്ടിൻ്റെ ആളുകൾക്കും ഈ പൈസ പോയി എന്ന് പറയുന്നവർക്ക് ഇതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയില്ല. ഇവരോട് ആകെ പറയുന്നത് എന്താ, നിങ്ങൾ ഇത്ര രൂപ ഇട്, പ്രൊഡക്റ്റ് വാങ്ങ്, ഇനി നിങ്ങൾ കുറച്ച് പേരെ ചേർത്തിട്ട് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യ്, ബാക്കി ഞങ്ങൾ നോക്കാം. ഈ ബാക്കി ഞങ്ങൾ നോക്കാം, അതാണ് പ്രശ്നം. അല്ല, ആദ്യം തന്നെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കോച്ചിനോട് ഇതൊന്നും പറയാൻ ആളല്ല, എന്നാലും പറയാം, ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം അത് എന്താന്നുള്ളത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക്, നമ്മളെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കൊന്നും മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ എന്തായാലും ഉണ്ടാവും. അല്ല, ഇതെന്താ അറിയോ, ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ സംഗതി ബോച്ച ഉള്ളത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോണേ, ബോച്ചേൻ്റെ പേരിൽ തന്നെയാണ് മുന്നോട്ട് പോണേ. അപ്പോൾ ഒരു ബേസ് ലെവലിൽ കുറേ പേർക്ക് ഇതേപോലെ ഈ ബിസിനസ് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കുറേയൊന്നും ഇല്ലല്ലോ ബോച്ചെ. ഒരു വലിയ ഒരു ഹാളിനകത്ത് ബോച്ചെ കുറച്ച് ഇപ്പം ഇങ്ങനെ പ്രശ്നമുള്ള ആളുകളെ വിളിച്ചിട്ട് ബോച്ചെ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീരേണ്ട പ്രശ്നമുള്ളൂ. കാരണം ബോച്ചയ്ക്കാണ് ഈ ബിസിനസ് ചെയ്യാൻ അറിയുന്നത്. ബോച്ച ഒരു 2000 പേര് കാണും അല്ലേ,
മാക്സിമം 5000 പേര് നോക്കിയോ. ഒരു കൺവെൻഷൻ സെന്റർ എടുക്കുക, ബോച്ചെ എന്ത് ചെയ്യുക, ആളുകൾ അഡ്രസ് ചെയ്തിട്ട് ഈ ബിസിനസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം കേൾക്കണം അവരെ, എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളത് കേൾക്കണം. എന്നിട്ട് എന്താ ബോസ് ഉദ്ദേശിച്ചെന്നുള്ളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നിങ്ങളുടെ ബേസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഫിജി കാർഡിന്റെ ആളുകൾക്ക് ചിലർ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. ചിലർക്ക് വളരെ എന്താ പറയുക, ബിസിനസ് മൈൻഡഡ് ആയിട്ട് ആളുകളുടെ അടുത്ത് പോയിട്ട് ചേച്ചി പൈസ ഇട്ടോ ഞാൻ നോക്കിക്കൊണ്ട്, അങ്ങനത്തെ ആളുകളെ എന്നറിയോ, ചില ആൾക്കാർക്ക് സാഹചര്യം കൊണ്ട് ബിസിനസ്സിൽ ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും പക്ഷെ ബിസിനസ് ചെയ്യാൻ അറിയില്ല. ചില ആൾക്കാരുടെ അടുത്ത് ക്യാപിറ്റലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യാൻ അറിയണം. പല ആളുകൾ പല ഇതാണ്. പിന്നെ ഫിജി കാർഡിന്റെ ഇന്റർവ്യൂവിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയവരൊക്കെ പൈസ ഉണ്ടാക്കി ചാടിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് അവര്. അതെ, വിളവന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയതിനു ശേഷം ഇറങ്ങും. ഇറങ്ങിയതിനു ശേഷം വിഷയം പറ്റുക എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവര് ചേർത്ത ആളുകളെ മൈൻഡ് ചെയ്യില്ല. മാക്സിമം ഞാൻ കണ്ടതും കേട്ടതിലും ഉള്ള ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിജി കാർട്ടിൽ നിന്ന് ഇറങ്ങിയ കുറെ യങ് ആയിട്ടുള്ള ആളുകളൊക്കെ അബ്രോഡ് പോയി, ഇതിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് അവര് പുറത്തു പോയി സെറ്റിലായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാക്കി വീട്ടമ്മമാരും അല്ലെങ്കിൽ കുറച്ച് വയസ്സായ ആളുകളൊക്കെ ഇതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ പെട്ടൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ കുറേ പേരുണ്ടെങ്കിൽ ബോച്ച എന്ത് ചെയ്യുക, ഇപ്പൊ എന്റെ അന്നിട്ട വീഡിയോന് അടിയിൽ തന്നെ ബോച്ച നോക്കിയാൽ മതി. കമന്റ് സെക്ഷനിൽ കുറെ ആൾക്കാർ വന്നിട്ട് ഇന്റെ പൈസ പോയി എന്ന് പറയുന്നുണ്ട്, വെറുതെ പറയുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അതൊന്ന് അഡ്രസ് ചെയ്താൽ മതി, നമുക്ക് അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബോച്ച ഒന്ന് കൃത്യമായി ഇത് അഡ്രസ് ചെയ്താൽ മതി. ഇത് എന്നെയോ അല്ലെങ്കിൽ ബോച്ചയെ ഇത് വീഡിയോ ഇട്ട് വിമർശനം പറയുന്നവരെയോ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൽ ചേർന്ന് പൈസ പോയവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ ബോച്ച. അത്രേ ഉള്ളൂ സംഗതി, വേറെ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ നേരിട്ട് കണ്ട കഥ അത് ഇത്ര കാലം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഇപ്പൊ ഒരു സാഹചര്യം കിട്ടിയപ്പോ പറഞ്ഞതാണ്. ഓക്കെ, എന്താണെങ്കിലും മാനേജർ പറഞ്ഞത് നമുക്ക് അന്നും ഇന്നും ഒന്നും വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ പറയാ, എനിക്കിപ്പോ ഈ പറഞ്ഞ മാതിരി മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള ഡയലോഗിനേക്കാൾ നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ തട്ടിപ്പോയാലും ആരെങ്കിലും എടുത്തിട്ട് തീർത്താലും ഐ ആം വെരി ഹാപ്പി മാൻ. ഞാൻ മനസ്സിലാക്കണം എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ ഗുണ്ടാഹിസുള്ള ഒരാള് അല്ലെങ്കിൽ ഇങ്ങനെ യഥാർത്ഥമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു നടന്ന് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ഇപ്പൊ തട്ടും വെട്ടൊന്നും പറയില്ല. അത് ചിലപ്പോ പക്ഷെ മാനേജറെ കഥയായിരിക്കാം മേ ബി. അത് അല്ല, വേറെ കേസ് ഉണ്ട്. അന്ന് ഈ മാനേജർ നമ്മളോട് പറഞ്ഞ എന്താ അറിയോ, ഞാൻ ബോച്ചനോട് സംസാരിക്കണം, അങ്ങനെയാണെങ്കിൽ ബോച്ചനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അന്ന് എന്നോട് ആ ഡിവൈൻ തമ്പി പറഞ്ഞത്, ഞാൻ പറയുന്നത് തന്നെയാണ് ബോച്ചയ്ക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് തന്നെയാണ് ബോച്ചയ്ക്ക്. ഇതാണ് ആ മാനേജർ എന്ന് പറയുന്നത്. ഈ മാനേജറെ പുറത്താക്കിയത് വല്ല തട്ടിപ്പോണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോ ഇതേമാതിരി ആരോടെങ്കിലും ഒക്കെ പോയി പറയണേ. നമ്മളിവിടെ ഷെയർ ചെയ്തത് നമ്മളെ എക്സ്പീരിയൻസ് ആണ്. ബോച്ചയെ കണ്ട സമയത്തുണ്ടായ നമ്മളൊരു എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്തത്. ഇതല്ലാതെ പിന്നെ നമ്മൾ ബോച്ചനെ കണ്ടു ടീ ടൈം എന്നല്ല പെരുന്ന വന്നാൽ ടീ ടൈം എന്ന് ഒരു വട്ടം കണ്ടു. പക്ഷെ അവിടുന്ന് നമ്മള് പക്ഷെ അതൊക്കെ പാസ് ചെയ്യണം, പാസ് ബൈ ആണ് അതൊക്കെ. ടീ ടൈമിന് പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കുമ്പോ ബോച്ച വന്ന അവിടെ തൊട്ടടുത്തല്ല അപ്പുറത്തെ എവിടെ പോയിരുന്നു, അയാൾ നമ്മളടുത്തല്ലേ ആ ഏരിയയിലാണ് ഇരുന്നത്. പക്ഷെ അന്നും ഒരു ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് അന്ന് എന്താ പറയാ, ബോച്ചനോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോഴും ബോച്ചനോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് ബോച്ചനോട് ഈ പറഞ്ഞ പോലെ അന്നത്തെ മീറ്റിംഗ് കൊണ്ട് എനിക്കൊരു പോസിറ്റീവായി തോന്നിയത് എന്താ വെച്ചാൽ, ചെമ്മണ്ണൂരൊക്കെ കാണുമ്പോ നമ്മളെ ബോച്ചന്റെ സ്ഥാപനം അങ്ങനെ കാർഡ് തന്നു. അന്ന് ജിത്തുബായിക്കൊക്കെ ഞാൻ പഠിച്ചില്ല, ഇല്ല എനിക്ക് തന്നു, നമ്മളെ തന്നു. ഇന്നോട് പിന്നെ ഡിവൈൻ തമ്പിക്ക് അത് വെച്ച് നീട്ടാനും മടി. കാരണം അത് വെച്ച് നീട്ടിയെങ്കിൽ ഓനി ആ ഒരു നീട്ടിയൊന്ന് കൊടുത്തിരുന്നു. കാരണം അല്ലല്ല, ഞാൻ പറഞ്ഞ ബോച്ചെ അന്ന് കൊടുത്തത് ഹെലന് കൊടുത്തു, എനിക്കും നിങ്ങൾക്കും ബോച്ച തന്നു. അല്ലല്ല, അണക്കും ശ്രീക്കും ഒക്കെ തന്നത് ഡിവൈനാണ്. അല്ല, ഞാൻ ഫോട്ടോ എടുക്കുമ്പോ ബോച്ച എനിക്ക് തന്നേ. അല്ലടാ, അത് ഇവർക്കാ കൊടുത്തേ. കാരണം എന്താ ഉണ്ടായാലും എനിക്ക്, ഞാനാണ് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തത് തന്നെ. അനക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. ആർക്ക്? പ്രഭിക്ക്. ഫോട്ടോ മാത്രമല്ല, ഈ വീഡിയോ എടുക്കാറുണ്ട്. അനക്ക് അല്ലല്ല, അനക്ക് വീഡിയോ എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ ദേഷ്യം വന്നിരിക്കുകയാണല്ലോ. ഞാൻ ഒരു ഫോട്ടോ മാത്രം എടുത്തെടുത്തത്. എന്നിട്ട് ഇപ്പം വീഡിയോ എടുക്കാൻ പോകുന്നിട്ട് ഇവന് ഗോൾഡ് ഓർമ്മ ഉണ്ടോ അവർക്കൊക്കെ കിട്ടി പറഞ്ഞിട്ട് ഈ രണ്ടാമത് ചോദിച്ചത്. അനക്ക് പറ്റുള്ള ഗോൾഡൻ കളർ കാർഡ് അന്ന് ആ ചങ്ങായി അനക്ക് തന്നെ. എന്നിട്ട് എനിക്ക് തരാൻ വേണ്ടിട്ട് പേഴ്സൺ എടുത്തപ്പോ ഞാൻ അവനോട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കും അറിയില്ല. ഞാൻ ആ കാർഡ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ല എനിക്ക് പേഴ്സണലി ഇതാണ്, നമ്മൾ ഒരു വട്ടം ഒരാളെ കാണാൻ പോകുമ്പോൾ, ഇപ്പൊ എന്നെ കാണാൻ ഒരാൾ വന്നു, എന്റെ വെരി ക്ലോസ് ആണ് ജിത്തുബായി ആണ് പല കാര്യങ്ങളും ഇപ്പൊ എന്റെ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ ജിത്തുബായി ഒരാളോട് വളരെ മോശമായ രീതിയിൽ റൂഡായിട്ട് തട്ടിക്കളയുന്നോ
അല്ലെങ്കിൽ പൊട്ടിക്കുന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്യാഖ്യാനിക്കൂ. അതത്രേ ഉള്ളൂ. മനസ്സിലായോ? അതങ്ങനെ വരൂ. അപ്പം അതങ്ങനെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദേഷ്യം നമുക്ക് ഉണ്ടാവില്ല. ആ ടൈമിൽ അതായിരുന്നു. അതാണ് എനിക്ക് ബോച്ചനെ കണ്ട ആകെ ഒരു എക്സ്പീരിയൻസും ഒരു ഇൻട്രാക്ഷനും ആകെ ഉള്ളത് ലൈഫിൽ. അതെന്താ പറയുക, ബോച്ചയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഞങ്ങൾ എപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും ഞങ്ങൾ ബോച്ചനെ എതിർക്കാനായിട്ട് നിൽക്കുകയാണെന്നുള്ളത്. നമ്മളങ്ങനെയല്ല, നമ്മൾ കാര്യങ്ങൾക്ക് സംസാരിക്കുക. പിന്നെ മാത്രല്ല അന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കാരണം ഞങ്ങൾ രണ്ടാളും അങ്ങനത്തെ കാര്യങ്ങൾ രണ്ട് രീതി. ഇവന് പെട്ടെന്ന് പ്രഷർ കയറി ചിന്തിക്കുന്ന ആളാണ്, ഞാനൊന്നും കൂടെ കൂളായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മളന്ന് ഫോട്ടോ എടുക്കാൻ വന്നതും ഇവനന്ന് ദേഷ്യപ്പെട്ട് നിന്നത്. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് പെട്ടെന്ന് ടെമ്പർ കയറി കഴിഞ്ഞാൽ എന്റെ കൈയും കാലും വായൊക്കെ എങ്ങനെ പോകുന്നു എനിക്കൊരു പിടുത്തോണ്ടാവില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അന്ന് അയാളെ കഥ കേൾക്കുന്ന സമയത്ത് അയാൾ തന്നെ നമ്മോട് പറഞ്ഞു ടെമ്പർ പാടില്ല എന്നൊക്കെ. അന്ന് അയാളെ കഥ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും രണ്ടുപോലെ തോന്നിയത്. ഇവന് ഇപ്പൊ തല്ലണം എന്നുള്ളത് നമ്മള് ഇത് കൊള്ളാത്ത സംഭവം അങ്ങനെ നമുക്കും തോന്നിയത്. അപ്പൊ അതാണ് സംഗതി. അപ്പൊ ഫിജിക്കാട്ട് എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ആ ചേച്ചിയുടെ പ്രശ്നങ്ങൾ ഒരു ചേച്ചിയുടെ പ്രശ്നമായിട്ടല്ല പോച്ചെ. പുതിയൊരു എന്താ പറയാ ചായപ്പൊടിയും ചൊരണ്ടിക്കാട് ഇറക്കുന്നതിനേക്കാൾ നല്ലത്, അല്ല ഞാനത് പറയാളല്ലോ കേട്ടോ, ഇറക്കുന്നതിനേക്കാൾ നല്ലത് നോക്കാം. അതൊക്കെ പോച്ചയുടെ ഇഷ്ടമാണ്. പക്ഷെ ആ ചേച്ചിക്ക് ബോച്ചന്റെ ബിസിനസ് പഠിക്കാൻ നമ്മളാരുടെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബോച്ചേന്റെ അത്ര നേരിട്ട് കാണുന്നെങ്കിൽ ബിസിനസ് ഒന്ന് പഠിപ്പിച്ചു തരൂ. പഠിപ്പിച്ചതാ കൊള്ളാം. അപ്പൊ എന്താണെങ്കിലും ഓക്കെ, ബോച്ചയ്ക്ക് എപ്പോ വേണമെങ്കിലും മലപ്പുറത്ത് വരാം. ഞങ്ങൾ ഹിയർ, നമ്മളെ മീറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ചെമ്മണ്ണൂർ ഫിജിക്കാട്ട് ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ബോച്ച വേണ്ട, താല്പര്യമില്ല. ഫിജിക്കാട്ടിൻ്റെ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കാനാണെങ്കിൽ പിന്നെയും താല്പര്യമുണ്ട്. പിന്നെ നിങ്ങളെ പുതിയ കൊണ്ടുവരുന്ന ചായപ്പൊടീൻ്റെയും മറ്റേ കാര്യമൊന്നും അറിയാനൊന്നും ഒരു താല്പര്യമില്ല ചേട്ടാ. പിന്നെ കോഴി മുട്ട കയറിയിരുന്ന കുട്ടി ഉണ്ടാവുമോ, മുട്ടേൻ്റെ മുകളിൽ മനുഷ്യൻ കയറിയിരുന്ന കുട്ടി ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ R&D ഡിപ്പാർട്ട്മെൻറ്റ് ചെമ്മണ്ണൂർ പുതിയതായിട്ട് തുടങ്ങിയ ബെറ്ററാണ് അല്ലേ. അല്ലാതെ ഞങ്ങൾക്ക് അതിനൊരു R&D ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ആ ചേച്ചിക്ക് എന്താണെങ്കിലും നമ്മളിട്ട വീഡിയോ, ഞാൻ ഇപ്പം ഇതിന് ഫൈനൽ റിസൾട്ട് അതാ വേണ്ടത്. നമ്മളിട്ട വീഡിയോന്ന് ആ ചേച്ചിക്ക് ബെനിഫിറ്റായി. ചേച്ചിക്ക് ഒരു ജീവിത മാർഗം ബോച്ച തുറന്നു കൊടുക്കും. അതിനിപ്പോ പറഞ്ഞു തുറന്നു കൊടുത്തേ പറ്റൂ. ഇനി ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞാ വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും, അല്ലാതെ വീഡിയോയിലൊന്നും ഒന്നും പറയില്ല. അതെ. അപ്പൊ ബോച്ച ചായപ്പൊടിയും ലോട്ടറിയും വരുമ്പോ ചേച്ചിക്ക് ഒരു കട കിട്ടട്ടെ അല്ലേ, ചേച്ചിക്ക് ഒരു കൈത്താങ്ങാവട്ടെ ബോച്ച. യെസ്.